ഹായ് ഗായ്സ്, എൻ്റെ പേര് ത്രേസ്യാമ ചേടത്തി. ഇന്നോട്ട് നമ്മൾ പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. ജർമ്മൻ A1 ബേസിക്സ് എങ്ങനെ 30 ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും എന്ന്. സോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണത് ഡേ 1 പാർട്ട് 1 വെച്ചിട്ടാണ്. സോ ആദ്യം നമുക്ക് മേളിൽ കാണുമ്പോൾ കാണാം ദാസ് ആൽഫബറ്റ് എന്നത് നമുക്കറിയാമല്ലോ, ആൽഫബറ്റ്സ്. സോ അതിന് മുമ്പിൽ ഒരു ദസ് കണ്ടോ? ഈ ദസിന് പറയണതെന്ന് പറഞ്ഞാൽ ദ. ഇംഗ്ലീഷിലെ ദ ആൽഫബറ്റ്സ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ നമുക്ക് ദ അല്ലെങ്കിൽ ദി എന്ന് പറയുമ്പോൾ ഒരു ഫോം മാത്രമേ ഉള്ളൂ. പക്ഷെ ജർമ്മനിൽ അങ്ങനെയല്ല. അവർക്ക് ഈ ദ പറയണത് 4 ടൈപ്പാണ്. ദി ഉണ്ട്, ദർ ഉണ്ട്, ദസ് ഉണ്ട്, ടി ഉണ്ട്. അപ്പോൾ ഈ ദി, ദർ, ദസ്, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജെൻഡർ ഫോമാണ്. അപ്പോൾ ഇവരെന്തെങ്കിലും പറയുമ്പോൾ അതിൽ ചിലത് ഫെമിനിൻ ആയിരിക്കും, മാസ്കുലിൻ ആയിരിക്കും, ന്യൂട്രൽ ആയിരിക്കും, അല്ലെങ്കിൽ പ്ലൂറൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈ ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിനിൻ, ഡെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്കുലിൻ, തസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ, ഈ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ഇത് എങ്ങനെ യൂസ് ചെയ്യും അല്ലെങ്കിൽ എന്തിനത് അങ്ങനെ വന്നതെന്ന് നമ്മൾ പതുക്കെ ഈ ദിവസം കൂടുമ്പോൾ നമ്മൾ ഗ്രാമർ കൂടെ പഠിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. പക്ഷേ ഇതിപ്പോൾ റഫ് ഫിഗർ കാണിക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 4 ഉണ്ട്: ഡി, ഡെർ, ദാസ്, ഡി എന്ന് പറയണത്. ഇനി നമുക്ക് ആൽഫബറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഓൾമോസ്റ്റ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പോലെ തന്നെയാണ് ജർമ്മനുള്ളത്. ഉള്ളി ഡിഫറൻസ് അവരുടെ പ്രൊനൗൺസിയേഷൻ മാത്രമായിരിക്കും ഡിഫറൻസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇംഗ്ലീഷിൽ എ എന്ന് പറയുമ്പോൾ അത് ജർമ്മൻ ആവുമ്പോൾ എന്തായി? ആ എന്നാവും. ഓക്കെ, അപ്പോൾ എ, ആ. ഇനി ഇത് ആ വെച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. അപ്പോൾ ദ ആപ്പിൾ നമ്മൾ ജർമ്മനിൽ പറയും, ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിൻ്റെ ജർമ്മൻ വേർഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഡെർ ആപ്ഫൽ, ആ പേ ഫ എ എൽ, ആപ്ഫൽ. അപ്പോൾ നമുക്ക് ഈ ഡെർ ആപ്പിൾ കാണുമ്പോൾ എന്ത് മനസ്സിലാവും? അത് മാസ്കുലിൻ ആണ്. ആപ്പിൾ അവർ ഒരു മാസ്കുലിൻ ഫിഗറായിട്ട് കാരണം കൊണ്ട് അത് ഡെർ ആപ്ഫലായി. ഇനി ബി ഞാൻ പ്രൊനൗൺസ് ചെയ്യണത് ബേ. അപ്പോൾ ഡെർ ബാൽ. ബാൽ എന്താണെന്ന് അറിയാലോ, ബോൾ. സി എന്ന് പറയുന്നത് സേ. അപ്പോൾ ഡി ഷെമി. ഇതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്. ബിക്കോസ് നമ്മളത് സേ എന്ന് പറഞ്ഞ സാധനം ഷേ എന്നായി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫ്രാൻസോഷ്യൽ ലാറ്റൈൻ പേരാണ്. സോ അത് കാരണം അത് ഷെമീന്ന് പ്രൊനൗൺസ് ചെയ്യുന്നേ. ഇനി ഇതിൽ നിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഐ ഈ നമ്മൾ ഇതിൽ ഇ എന്ന് പറഞ്ഞ ആൽഫബറ്റ് പ്രൊനൗൺസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ ആയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഇതൊരു ഷേ മേ എന്നല്ല വരുന്നുണ്ട്. പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. അതൊരു ചെറിയ ടിപ്പായിട്ട് നിങ്ങൾ പഠിച്ചോ. ഐ ഇയും ഇ ഐ വരുമ്പോൾ ഓക്കെ, നമ്മൾ എപ്പോഴും ഓർക്കാം ലാസ്റ്റ് ഏത് ആൽഫബറ്റാണ് വരുന്നത്. ഇപ്പം ഇതിൽ ഇ അല്ല ലാസ്റ്റ് വരുന്നത്. അപ്പം നമ്മൾ ഇ, ഇംഗ്ലീഷ് ലെറ്റർ ഇൻ്റെ പ്രൊനൗൺസിയേഷൻ നമ്മൾ പറയുന്നത്. ഈ ഐ വരുമ്പോഴോ ഐ അല്ലേ. അപ്പോൾ ഐൻ്റെ പ്രൊനൗൺസിയേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് പഠിച്ച ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഡി വന്നു, ഐ ഇ വന്നു. അപ്പോൾ ഇ വെച്ചല്ലേ ഡി ചെയ്യുന്നേ. അപ്പോൾ അതെങ്ങനെ വന്നു? ഡി. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഷേ മീ ഇ. അപ്പോൾ അതൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്. അത് എപ്പോഴും ആവശ്യം വരും, ഓർത്ത് വെച്ചേക്ക്. ഇനി വൈറ്റ് നമ്മൾ പോകുമ്പോൾ ഡി എന്ന് പറയുമ്പോൾ ഡി. അപ്പോൾ ദാസ് ഡാട്ടും. അപ്പോൾ നിങ്ങൾ ഈ പ്രൊനൗൺസിയേഷൻ കേട്ട് പേടിക്കണ്ട. ബിക്കോസ് മലയാളം പോലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോലെ അല്ല ജർമ്മൻ വായിക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ ചില ആൽഫബറ്റ്സൊക്കെ സൈലൻസ് വരും, സൈലൻ്റ് ആയിട്ട് പറയണം.
ബാക്കി വായിച്ചാൽ മതി. അല്ലെങ്കിൽ അതിനെ വായിക്കുമ്പോൾ ഇപ്പോൾ റീഡ്, ചില സമയത്ത് റീഡായിട്ട് വായിക്കും, ചിലപ്പോൾ റെഡായിട്ട് വായിക്കും. ഈ ഒരു പ്രശ്നം ഈ ജർമ്മൻ ഭാഷയിലില്ല. ഇത് ഇവരെങ്ങനെയാണ് എഴുതിക്കണേ അത് വെച്ച് തന്നെ വായിക്കാം. എക്സെപ്ഷൻ കേസ് എന്ന് പറഞ്ഞാൽ ഈ ഷെമി പോലത്തെ മാത്രമേ ചില വേർഡ്സിൽ മാത്രമാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷെ ബാക്കി ഒരു 99% നമ്മൾ എങ്ങനെ എഴുതണേ അതുപോലെ തന്നെ നമുക്ക് വായിക്കാം. ഇനി എ ആയിട്ട് വായിക്കും. അപ്പോൾ ദാസ് ഇപ്പോൾ ഐ വന്നപ്പോൾ ഐ ആവുന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ഇതെങ്ങനെ വായിക്കും? ഐസ്. എഫ് ദർ ഫിലിം. അപ്പോൾ ഞാൻ ഇതും പറയാൻ പറഞ്ഞു. ദസ് ഡാട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ്സ്. ദസ് ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീം. ഇനി എഫ് എന്ന് പറയുമ്പോൾ ദർ ഫിലിം. ഓക്കെ, സെയിം പ്രൊനൗൺ. ഇംഗ്ലീഷും ജർമ്മനും എഫ് സെയിം തന്നെയാണ്. ദർ ഫിലിം, അതായത് ദ ഫിലിം. ഫിലിം എന്താണെന്ന് അറിയാമല്ലോ. ഇനി ജി എന്ന് പറയുമ്പോൾ ഗേ എന്നായിട്ട് അവർ വായിക്കുന്നത്. അപ്പോൾ ദർ ഇവിടെ ഐ വന്നു. അപ്പോൾ ഗൈസ്റ്റ്. ഗൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗോസ്റ്റ്, പ്രേതം. അതിനാണ് ഇവർ ഗൈസ്റ്റ് എന്ന് പറയുന്നത്. അഗൈൻ അത് മാസ്കുലിൻ ആണ്. ഇനി നിങ്ങളത് പഠിക്കുമ്പോൾ, എന്തിനും വേർഡ്സ് പഠിക്കുമ്പോൾ എപ്പോഴും ഈ ഡർ ടി ദസ് വെച്ച് പഠിക്കുക. ഇതിനെ പറയണ ഇതാണ് ആർട്ടിക്കിൾ. അപ്പോൾ നമ്മൾ എപ്പോഴും ആ നൗണിൻ്റെ ആർട്ടിക്കിൾ വെച്ചിട്ടാണ് പഠിക്കാൻ നോക്കണ്ടേ. ഇനി ഹാ വെച്ചിട്ടാണെങ്കിലോ ഹാ, ദസ് ഹൗസ്. ഐനെ ഇ, കുറച്ച് നീണ്ട് പറഞ്ഞു ഇ. അപ്പം എന്തായി? ഡി ഇൻസെൽ. ഇൻസെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐലൻഡ്. ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ്. ഇനി ജെയിന്ന് അവർ പ്രൊനൗൺസ് ചെയ്യുന്നത് യോട്ട് എന്നാ. പക്ഷെ നമ്മളിപ്പോൾ എന്തെങ്കിലും പേര് പറയുമ്പോൾ ജെ എന്ന് പറയുമ്പോൾ യോട്ടായിട്ടാണ് പറയുന്നേ. പ്രൊനൗൺസിയേഷൻ വരുമ്പോൾ അത് യാ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഏഗർ. ഇനി നിങ്ങളിതിൽ ശ്രദ്ധിക്കാം, ഇതിൽ ഒരു എ വന്നു, അതിൻ്റെ മേലെ 2 കുത്തും വന്നു. ഇതിനെ പറയുന്നതാണ് ലൗട്ട്. എന്നാൽ ഞാൻ കുത്തിനെ ലൗട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇത് ആ ലൗട്ട്, അതായത് ആ ലൗട്ട്. ഇത് യൂഷ്വലി നമുക്ക് വവൽസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ എൻ്റെ പ്രൊനൗൺസിയേഷൻ ആയാണെങ്കിൽ ഈ എ ലൗട്ട് അല്ലെങ്കിൽ ആ ലൗട്ടിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് എ ആയിട്ടാണ്, ആൽഫബറ്റ് എ ആയിട്ടാണ്. അപ്പോൾ ഈ ജെയിൻ്റെ യായും എ വരുമ്പോൾ എന്ത് തന്നെയാണ്? യാ. അപ്പോൾ അല്ല, എ ലൗട്ട് വരുമ്പോൾ എന്താണ്? എ. അപ്പോൾ ഏ ഗർ എന്നാണ് പ്രൊനൗൺസിയേഷൻ. നിങ്ങൾ കിട്ടും ഏഗർ മൈസറൊക്കെ കേട്ടില്ലേ? അപ്പോൾ അതാണ് ഏഗർ. ഏഗർ എന്ന് പറഞ്ഞാൽ ഹണ്ടർ. ഇനി ഖ, കെ ഖ, അത് പറഞ്ഞാൽ ദർ ഖഫ്. അപ്പോൾ ഇങ്ങനെ 2 ഒരുമിച്ച് വരുമ്പോൾ ഈ 2 ഒരുമിച്ച് വന്നില്ല, അപ്പോൾ ഈന്ന് പോകണം. ഓക്കെ, അപ്പോൾ ജർമ്മൻ വരുമ്പോൾ ഞാൻ ഏന്നാവും. അപ്പോൾ ക ഫേ. അപ്പോൾ അങ്ങനെ കുറച്ചൊരു നീട്ടം വരും അത് പറയുമ്പോൾ. ഇനി എം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ എം തന്നെ. ഡി മേർ യുങ് ഫ്രൗ. ഈ ഒരു നൗണിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, എല്ലാ നൗൺസിനും ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ചിലപ്പോൾ അത് ഡി ആവാം, ചിലപ്പോൾ ഡെർ ആവാം, ദസ് ആവാം, എന്തും ആവാം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ അത് നോക്കി വെച്ചിട്ടാണ് അതിൻ്റെ ആർട്ടിക്കിൾ നോക്കുന്നത്. പക്ഷെ ഈ ഒരു വേർഡ് 3 സെപ്പറേറ്റ് ആണ്. ഒരു മേറുണ്ട്, ഒരു യുങ് ഉണ്ട്, ഒരു ഫ്രൗ ഉണ്ട്. ഓക്കെ, മേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സി ആണ്. ഇനി യുങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ്, ഫ്രൗ എന്ന് പറഞ്ഞാൽ ലേഡി. അപ്പോൾ സിയിലുള്ള യങ് ലേഡിയാണ് സംഭവം. അപ്പോൾ ഇതിലെല്ലാത്തിനും ഡിഫറെൻ്റ് ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഏതിൻ്റെ ആർട്ടിക്കിൾ നോക്കും? എപ്പോഴും ആർക്കൊരു നൗൺ എടുക്കുമ്പോൾ ലാസ്റ്റ് ഏത് ആർട്ടിക്കിളാണ് വരുന്നത്, ആ ആർട്ടിക്കിളാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ ഫ്രൗ വന്നു, അത് ലേഡി. ഇപ്പോൾ ലേഡിയുടെ എന്തായാലും ആർട്ടിക്കിൾ ഡി ആയിരിക്കുമല്ലോ, ഫെമിനിൻ അല്ലേ. അപ്പോൾ ഇത് എന്ത് വന്നു? ഡി മേ യുങ് ഫ്രൗ ആയി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വെള്ളത്തിലുള്ള ഒരു യങ് ലേഡി, അതെന്തായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്? ജർമ്മനത്തിൽ സ്പെഷ്യാലിറ്റി ഉണ്ട്. അവരെങ്ങനെ ഒരു 3-4 വേർഡ്സ് ഒരുമിച്ചിട്ട്, മേ ബി ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ റീൽസിലൊക്കെ ഏറ്റവും വലിയ വേർഡ്സൊക്കെ
ഇവർക്ക് വളരെ ഇഷ്ടമാണ് മിക്സ് ചെയ്ത് ഈ നൗൺസ് ഇങ്ങനെ വെക്കാൻ. അപ്പോൾ ഇതിൽ ഇവർ സത്യം പറഞ്ഞ മീനിങ് എന്ന് പറഞ്ഞാൽ മെർമെയ്ഡാണ്. ഈ മെർമെയ്ഡിന് വേണ്ടിയാണ് അവർ വന്നിട്ട് വെള്ളത്തിലുള്ള നല്ലൊരു യങ് ആയിട്ടുള്ള ഒരു പെണ്ണായിട്ട് എഴുതി വെച്ചേക്കുന്നത്. സോ അതാണ് ഈ മേ യങ് ഫ്രോമിൻ്റെ കഥ. ഇനി നെക്സ്റ്റ് വരുമ്പോൾ എൻ. ഇംഗ്ലീഷ് എൻ തന്നെ. ഡി നുമ്മർ. ഡി നുമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നമ്പർ. ഫോൺ നമ്പർ ആവാം, അല്ലെങ്കിൽ ഹാൻഡി നമ്പർ. ഫോൺ നമ്പറിന് ഹാൻഡി നമ്പർ എന്ന് പറയും, അല്ലെങ്കിൽ ടെലിഫോൺ നമ്പർ ആവാം. ഇനി ഓ തന്നെ. ദ ഓപ്പ. ഓപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് പാ, അപ്പൂപ്പൻ എന്നൊക്കെ. പിന്നെ അമ്മയാണെങ്കിൽ ഓമ്മ. പീനെ പേ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ദർ പാർക്ക്. ഇനി ക്യൂവിനെ ഖൂ എന്നാണ് പറയണേ. അപ്പോൾ അതിന് അവർ പറയണത് ദി ഖ്വല്ലെ. ദി ഖ്വല്ലെ എന്നാണ് ജെല്ലി ഫിഷ്. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സോഴ്സസ് എന്ന് പറയത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത് മേ ബി ഫേസ്ബുക്കോ വിക്കിപീഡിയ അങ്ങനെയായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് കൊല്ലേന്ന് എഴുതിയിട്ട് ഫേസ്ബുക്കാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമാണെന്ന് പറഞ്ഞ് എഴുതാൻ വേണ്ടി കൊല്ല യൂസ് ചെയ്യും. ഇനി ആരെന്ന് പറയുന്നത് എർ. അപ്പോൾ അതിന് ദർ റേഗൻ. റേഗൻ എന്ന് പറഞ്ഞാൽ മഴയിലാണ് റേഗൻ എന്ന് പറയുന്നത്. ഇനി എസ്. എസ് നമ്മളെ എസ് തന്നെ പറയും, പക്ഷേ ഒരു പ്രൊണൗൺസിയേഷനാണ്. ദി സൊണ്ണെ. അപ്പോൾ ഇതിലൊരു കാര്യം നിങ്ങൾ ഓർക്കണം, നമുക്ക് എസ് ഉണ്ട്, ഏറ്റവും താഴെ ഇസഡ് ഉണ്ട്. ഇസഡ് നമ്മൾ സെറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ എസ് വരുമ്പോൾ നമ്മൾ ഇസഡിൻ്റെ പ്രൊണൗൺസിയേഷനാണ് കൊടുക്കണേ. ഇസ് പ്രൊണൗൺസിയേഷൻ വരും. ഇസഡ് വരുമ്പോഴോ എസിൻ്റെ പ്രൊണൗൺസിയേഷൻ വരും. ഓക്കെ, അപ്പോൾ കേൾക്കുമ്പോൾ തമാശയായിരിക്കും, പക്ഷെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് വന്നില്ലേ, ദി സൊണ്ണയായി, സൊണ്ണെ. ഇനി ഇസഡ് എടുക്കുവാണെങ്കിലോ സൂഖ്. കണ്ടോ ഡിഫറൻസ് മനസ്സിലായത്? ഓണം എന്ന് വരും, ഓണം എന്ന് വരും. ഓക്കെ, അപ്പോൾ എസ് എന്ന് പറഞ്ഞ പോലെ ദി സൊണ്ണെ. സൊണ്ണെ എന്ന് പറഞ്ഞാൽ സൂര്യൻ. ഇനി ടി എന്ന് പറഞ്ഞാൽ ടേ എന്ന് പറഞ്ഞാൽ ദ ടേ. അപ്പോൾ ഈ ഒന്നില്ലേ, അപ്പോൾ അത് പിന്നെയും വലിച്ച് നീച്ചാൽ ടേ, ചായ. ഇനി ഊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എന്ന് പറഞ്ഞാൽ ഊ. അപ്പോൾ അതിന് പറയുന്നത് ദി ഉവ. അപ്പോൾ ഉവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് എന്നും പറയും, ടൈമിനൊക്കെ നമ്മൾ ഉവ എന്നാണ് പറയുന്നത്. പക്ഷെ യൂഷ്വലി ക്ലോക്ക് എന്നാണ് നമ്മൾ മെയിൻ ഇത് കൊടുക്കുന്നത്. ഇനി വി എന്ന് പറയുന്നത് ഫൗ, FOW, ഫൗ. ഇനി ഈ ഫൗവിൽ ഇപ്പം ഇതിൽ ടി ഫോകൾ. ഇപ്പം ഇതിലിപ്പോൾ വേറെ ഉണ്ടില്ലേ, ഓയിൽ 2 കുത്ത്. അപ്പോൾ ഇതെന്താ ഓ ഉംലൗട്ട് എന്ന് പറയും. അപ്പോൾ അതിൽ ഓ എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഫ്യൂഗൽ. അപ്പോൾ അത് കുറച്ച് നമുക്കിങ്ങനെ ഈ ഓ ഉംലൗട്ട് ഇപ്പം മലയാളീസ് നമ്മളൊക്കെ ആണെങ്കിൽ കുറച്ച് പാടായിരിക്കും പറയാൻ. പക്ഷെ ഇത് പറഞ്ഞ് ശീലിച്ചു. എനിക്കും സ്റ്റാർട്ടിങ്ങിൽ നല്ല പാടായിരുന്നു. ബിക്കോസ് ഓ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എന്ന് പറയുമ്പോൾ അത് നമ്മൾ അത്രയും സ്ട്രെസ് കൊടുത്ത് പറയുന്ന ഒരു ആൽഫബറ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് അത് ഇമ്പ്രൂവ് ആവും. ഇനി W എന്ന് പറയുന്നത് വേ എന്ന് പറയുമ്പോൾ ദി വെൽറ്റ്. അപ്പോൾ ദ വേൾഡ്. ഫോഗൽ എന്ന് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഫോഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേർഡിനെയാണ് ഇവർ ഫ്യൂഗൽ എന്ന് പറയുന്നത്. ഇനി എക്സ് എന്ന് പറയുന്നത് ഇക്സ്. ദാറ്റ്സ് ഇക്സ്ലോഫോൺ. അത് പറഞ്ഞാൽ നമ്മൾ ഇക്സ്ലോഫോൺ ഇൻസ്ട്രുമെൻ്റ് ഇല്ലേ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി വൈ എന്ന് പറഞ്ഞാലോ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വൈന്ന് എപ്പോഴും ഇപ്പോൾ വൈന്ന് ആൽഫബറ്റൊന്നുമില്ല. ഓക്കെ, ഇതിപ്പോൾ സ്പെൽ ചെയ്യാൻ വരുമ്പോൾ വൈ എന്ന് പറയുമ്പോൾ എപ്സിലോൺ എന്ന് അവർ പറയുന്നത്. പക്ഷേ പ്രൊണൗൺസിയേഷൻ വരുമ്പോൾ എന്ത് വരും, അത് യേ ആയിട്ട് വരും, അല്ലെങ്കിൽ യാ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ ദർ യെറ്റി ആയിട്ട് വരും. ഇനി ലാസ്റ്റത്തെ വരുന്നതാണ് ഇസഡ്, സെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഇത് എസ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയായിട്ട് വരും, ദ സൂഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ. സോ ഇതാണ് ബേസിക് ഡേ 1 ഇതിലുള്ള ആൽഫബറ്റ്സ്. ഇതൊന്ന് കുറച്ച് കൂടുതലുണ്ട്, പക്ഷെ നമ്മളതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. പഠിച്ച് നമുക്കിതൊക്കെ ബൈ ഹാർട്ടാവും. ഇനി എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ ആൻസർ ചെയ്യാം.
താങ്ക് യു സോ മച്ച്.